ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണിത്. അതായത് നമ്മുടെ 2024 31 തീയതി നടത്തിയ ഒരു വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലുള്ള യാത്രയാണ്. നമ്മുടെ 2 എപ്പിസോഡും വരുന്നത് ഈ വർഷം തന്നെയാണ്, 25-ലാണ്. അപ്പോൾ 25-ൽ വരുന്ന ഈ എപ്പിസോഡിൽ ഇതിന് കഴിഞ്ഞ യാത്രയുടെ 2ാമത്തെ എപ്പിസോഡ് എന്ന രീതിയിൽ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. കാരണം നമുക്ക് പല കാഴ്ചകളും ഉണ്ട് ഇതിൽ. ഇന്നത്തെ യാത്രയുടെ ഒരു പ്രത്യേകത എന്ന രീതിയിൽ നമ്മൾ ചെന്ന ഡെസ്റ്റിനേഷൻ, അവിടെ ആളും ബഹളവും മൈക്കും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ട് നമുക്ക് വീഡിയോ ഷൂട്ടിങ്ങിനുണ്ടായി. പക്ഷേ മനോഹരമായിരുന്ന കാഴ്ചകൾ, ന്യൂ ഇയർ ആഘോഷമൊക്കെ തകർക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. പിന്നെ 2ആയിട്ടാണ് ഈ പ്രദേശത്തിൻ്റെ കാഴ്ചകൾ വേർതിരിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന് ഒരു ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടൊരു മലയും, അപ്പുറത്ത് പഞ്ചായത്തിൻ്റെയും സർക്കാരും ഏറ്റെടുത്തിരിക്കുന്ന ടൂറിസം പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട ഒരു മലയും. അതാണ് ഈ 2ആയിട്ട് വേർതിരിച്ചിരിക്കുമ്പോൾ തന്നെ 2ഇടത്തേക്കും നമുക്ക് പ്രവേശനമുണ്ട്. ഒരിടത്ത് കയറുമ്പോൾ പാസ്സുണ്ട്. അതായത് നമ്മുടെ പഞ്ചായത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ഉള്ള ടൂറിസം പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന മലമേൽ പാറയിൽ നമുക്ക് കയറണമെങ്കിൽ പാസ്സുണ്ട്. വാഹനത്തിന് പാസ്സൊന്നും പറഞ്ഞു കണ്ടില്ല, പക്ഷേ ക്യാമറയ്ക്ക് ഉൾപ്പെടെ പാസ്സുണ്ട്. പാസ് എടുത്തെങ്കിൽ മാത്രമേ അകത്തേക്ക് കയറാൻ കഴിയുള്ളൂ. പിന്നെ പാസ് എടുത്ത് കയറുമ്പോൾ കാഴ്ച മനോഹരമാണ്. സൂര്യാസ്തമനം അടിപൊളിയാണ്. പിന്നെ അവിടെ നിന്നിട്ടുള്ള ആ കാറ്റും കാഴ്ചകളൊക്കെ മനോഹരമാണ്. കുറേ നേരം നമുക്ക് അവിടെ നിന്ന് ചില്ലായിട്ടിരിക്കാൻ പറ്റും. ഒരു ഇടുങ്ങിയ വഴിയിലൂടെ, ഇടുങ്ങിയ പാറ ഇടുക്കിലൂടെയൊക്കെ നടന്ന് കയറിപ്പോകുന്ന ഒരു മനോഹര കാഴ്ചയൊക്കെ ഉണ്ട്. അതിൻ്റെ ആ പ്രധാനപ്പെട്ട വ്യൂ ഒക്കെ കുറേയൊക്കെ നിങ്ങൾ കണ്ടു. ആദ്യ എപ്പിസോഡ് കുറേയൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പം ബാക്കി കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ മനോഹരമായ മറ്റ് കാഴ്ചകളാണ്. നമുക്ക് പല കാര്യങ്ങളും ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ചില ഏരിയകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പം ഇന്ന് എടുത്തിയാടി പോകുന്നൊരു സ്ഥിതി, ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് സദയം ക്ഷമിക്കുക. അപ്പോൾ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. മനോഹരമായ കാഴ്ചകൾ ഇതാ ഇവിടെ തുടങ്ങുകയാണ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പിന്നെ ന്യൂ ഇയറിൽ നമുക്ക് ഒരു പുതിയ തുടക്കം എന്ന രീതിയിൽ മനോഹരമാകട്ടെ, കളറാവട്ടെ, എല്ലാവരും കൂടെ ഉണ്ടാവണം. വരും ദിവസങ്ങളിൽ വളരെ നീണ്ട യാത്രകൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. 2025 നിറങ്ങി നിൽക്കുന്ന, യാത്രയാൽ നിറങ്ങി നിൽക്കുന്ന ഒരു വർഷമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളൊപ്പം ഉണ്ടായാൽ മാത്രം മതി. എന്തായാലും നമുക്ക് അതിമനോഹരമായ ഈ കാഴ്ചകളിലേക്ക് പോകാം. കൊടുവായോ? എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ. ഈ ഹനുമാൻ ഇവിടെയും വന്ന് പാറയെടുത്ത് അങ്ങനെയുള്ള കഥയുണ്ടോ? പുള്ളിക്കാരൻ എവിടെ? പുള്ളി ലോകത്തെല്ലാം പാറ എടുത്ത് വെച്ച് അല്ലേ, ഒരു രക്ഷയല്ല ദിവസമാണ്. മോശം കിട്ടും, മോശം. അവർക്കൊക്കെ ഉത്സാഹമല്ലേ? നോക്കാൻ ആളുണ്ടോ? ഇവിടെ
അത് സംസാരിക്കാൻ പറഞ്ഞേ ഇറിറ്റേഷൻ തലവലി ഇങ്ങോട്ട് കയറില്ല ആൾക്കാരെ വന്നിട്ട് ആരും കയറില്ലേ ആദ്യം ഇറങ്ങി ആൾക്കാരെ വാർത്ത ഇറങ്ങാന്ന് ഞങ്ങൾ ഇറങ്ങാം. ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്തില്ല കാലം. അതുകൊണ്ടോ പാട്ടും പാടി കുഞ്ഞാവാ കുഞ്ഞാ അത് മനസ്സിലായോ? നമ്മളാണെങ്കിൽ പറയുന്നു അത് പറഞ്ഞിട്ട് കാര്യം. പഠിച്ച കള്ളന്മാർ അങ്ങനെ പലതും ചെയ്യും. 50 പൈസ കണ്ടോണ്ടിരിക്കുന്ന ആര് മുതൽ ആര് കൈ കൊട്ടു ഇതിന്റെ കാവ് പണ്ട് ഇതാ കൊടപ്പാറ, കൊട പോലെ പേര് അല്ലേ? അമ്പലത്തിന്റെ അടുത്ത പാറ കയറണം. നിങ്ങൾക്ക് അമ്പലത്തിൽ കയറി തൊഴുകയും ചെയ്യാം അല്ലേ ഫ്രണ്ട്സ്? അപ്പം ഇവിടെ കുറേ പാറകളുണ്ട്. പാറയുടെ പേരൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. നാടുകാണിപ്പാറ, ചെറുനാട് കാണിപ്പാറ, ഉടപ്പാറ, ടെമ്പിൾ പാറ, അങ്ങനെ കുറേ പാറകളുണ്ട്. നമ്മൾ
ഇപ്പം ലാസ്റ്റ് കുടപ്പാറ വരെ വന്നു. ഇനി നമുക്ക് ഇതിനകത്ത് പോകാനുള്ളതാണെങ്കിൽ ടെമ്പിൾ പാറ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ കണ്ടു. ഇവിടെ ഇപ്പോൾ ഈ ഉത്സവമൊക്കെ നടക്കുന്നതുകൊണ്ടാണ് ഇത്രയും ശബ്ദവും മൈക്കും ഒക്കെ വരുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഏറ്റവും ശാന്തവും സുന്ദരമായ ഒരു ഏരിയയാണ്. ഇവിടെ വന്ന് സുഖമായിട്ട് നമുക്ക് ഏറെ നേരം ഇരിക്കാം. മുകളിലാണെങ്കിൽ ആ നാടുകാണിപ്പാറയിൽ പ്രധാന പാറയിൽ നല്ല കാറ്റാണ് എപ്പോഴും. ആ കാറ്റത്തൊക്കെ ഇരുന്ന് നമുക്ക് 6:30 വരെ ഉള്ളൂ അവിടെ ഇരിക്കാനുള്ള അവകാശമുള്ളൂ. അവിടേക്ക് കയറിപ്പോകാനും ഇറങ്ങി വരാനും ഒരല്പം റിസ്ക്കാണ്. അപ്പം കാലൊക്കെ നല്ല ഇതുള്ളവർ വേണം അവിടെ കയറാനൊക്കെ. പിന്നെ താഴോട്ട് ഒരു പാറ കാണുന്നുണ്ട്. ആ പാറയിലേക്ക് പോകാനായിട്ട് അനുവാദമില്ല. ഇവിടെ നമ്മൾ ഡൂ നോട്ട് ട്രെസ്പാസ് എന്ന് എഴുതി വെച്ചിട്ട് റിബണൊക്കെ വലിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് ഒരു കാരണവശാലും ആരും പോകില്ല, അത് അപകടം. അവിടുന്ന് പോയി കഴിഞ്ഞാൽ അവിടേക്ക് നമ്മൾ പോയിട്ടുണ്ടെന്ന് ഇവിടെ ആർക്കും അറിയത്തില്ല. അതാണ് പ്രധാന വിഷയം. അവിടെ നിന്ന് അങ്ങനെ നമ്മൾ കാല് തെറ്റി താഴേക്ക് വീണാൽ നമ്മളവിടെ കിടന്ന് നമ്മുടെ പണിക്കെട്ട് തീരത്തേ ഉള്ളൂ. ഉണ്ടോ, നല്ല രസമുണ്ട്. ഇവിടെ വരുമ്പോൾ ഈ കുടപ്പാറ എന്ന് പറഞ്ഞാൽ ഈ കുട പോലെ നിൽക്കുന്ന ഈ പാറയുടെ അടിയിൽ ഞാൻ നോക്കി, പാറയുടെ അടിയിൽ വന്ന് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ഇത്രയും തണുപ്പ്, ഇത്ര മനോഹരം. ഇല്ല രേഷ, ഇത് അടിപൊളിയല്ലേ, നല്ല. എന്നാൽ ഇവിടെ അന്യമായ കാറ്റൊന്നുമില്ല, പക്ഷേ ഈ പാറയുടെ അടിയിലായതുകൊണ്ട് തന്നെ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്, അവർ കയറിപ്പോയി. നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് ഇവിടെ വന്നതായാലും കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. വരുമ്പോഴത്തേനും നമുക്കിവിടെ ആൾക്കാരാവും. അപ്പോൾ ഇവിടെ നമുക്ക് 2 മിനിറ്റ് ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും മാത്രമായിട്ട് ഒരു 5 മിനിറ്റ് കിട്ടിയെന്ന് പറയുമ്പോൾ തന്നെ അതൊരു നല്ല സംഭവം തന്നെയാണ്. അപ്പം മലമേൽ ടെമ്പിൾ പാറ നമ്മൾ കുറേ നാളായിട്ട്, പണ്ട് കുടുക്കത്ത് പാറ പോയപ്പോൾ പോലും ഞാൻ ഇവിടേക്ക് വന്നില്ല. പക്ഷെ അന്ന് വന്നിരുന്ന ഇത്രയും ഫെസിലിറ്റി ഒന്നും ഉണ്ടാവില്ലായിരുന്നു, പാസ് ഒന്നുമില്ലായിരുന്നു, ഈസിയായിട്ട് കയറി പോരായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ഡേഞ്ചറും ഉണ്ടല്ലോ. ഏതായാലും ഇന്ന് വന്നപ്പം ഇവിടെ ഉത്സവമാണ്. ഉത്സവം മീൻസ് ന്യൂ ഇയർ ആഘോഷിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കാഴ്ചകളെല്ലാം അവസാനിപ്പിച്ചതാ മല ഇറങ്ങാനുള്ള പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മല ഇറങ്ങി നമ്മൾ പോകുമ്പോൾ നമ്മൾ ഇവിടുത്തെ വാഹനങ്ങളൊക്കെ ഒരുപാട് പേര് ഈ സന്ധ്യയായപ്പോൾ തന്നെ തിരിച്ചിറങ്ങുന്ന ഒരു സമയമാണിപ്പം. അപ്പോൾ തിരിച്ചിറങ്ങുന്ന ആ സമയത്ത് ഭയങ്കര റഷാണ്. വാഹനങ്ങളൊക്കെ ഒരുപാട് നേരം നിൽക്കാതെ ഇറങ്ങി പോകാൻ പറ്റില്ല, കാരണം ഇടുങ്ങിയ വഴിയാണ് ഇങ്ങോട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇച്ചിരി നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു കാര്യം മിസ്സായിപ്പോയി. അങ്ങേ മലയിൽ നിന്ന് ഞങ്ങൾ ഇച്ചിരി ധൃതി വെച്ചിറങ്ങിയത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടുത്തെ സൂര്യാസ്തമനം, മനോഹരമായ സൂര്യാസ്തമനം നേരിട്ട് കാണുന്നതിനൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായി. കാരണം ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി പോകുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് എൻ്റെ വ്യൂ കിട്ടി. പക്ഷേ അതിങ്ങനെ പാറയിൽ നിന്നിട്ടാണ് കിട്ടിയെന്നുള്ളതേ ഉള്ളൂ. അപ്പം സന്ധ്യ ആയതുകൊണ്ട് അമ്പലത്തിലും മൈക്കുണ്ട്, മൊത്തത്തിൽ മൈക്കിൻ്റെ ബഹളമയമാണ്. കോപ്പിറൈറ്റ് അടിക്കുമെന്ന് നമുക്കറിയില്ല. എന്തായാലും കാഴ്ചകൾ കണ്ട് ഞങ്ങളോടൊപ്പം കൂടി എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം തുടർക്കാഴ്ചകൾ ഉടനെ തന്നെ വരും. തുടർക്കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അടുത്ത യാത്രയിലെ കാഴ്ചകൾ ഉടനെ തന്നെ വരും. അപ്പം